ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ അഡിക്ഷൻസ്. അത് പല രീതിയിലും ആകാം. അത് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കുന്നതും എങ്ങനെയാണ് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വയ്ക്കാനും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വിജയം അല്ലെങ്കിൽ വിക്ടറി, ലൈഫ് വിക്ടറി നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ അഡിക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ അതെല്ലാം ഒരു മായാവലയമാണ്, കാർമിക് സൈക്കിളാണ്. ശരിക്കും അഡിക്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വീഡിയോ പല ആളുകൾക്കും ട്രിഗർ ചെയ്യും. നെഗറ്റീവ് ആ ഒരു രീതിയിൽ ചിലപ്പം എടുക്കാം. അതൊന്നും സാരമില്ല. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കമൻസ് ആണെങ്കിലും എഴുതി അറിയിക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ അഡിക്ഷൻസ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വിജയങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതിന് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പറയാവുന്ന ഒരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബലൂൺ, അതിൽ ഹീലിയം ഗ്യാസ് നിറച്ചിരിക്കുകയാണ്. അപ്പം ഹീലിയം ഗ്യാസ് നിറച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെപ്പോഴും ഉയരത്തിലേക്ക് അങ്ങ് പോകണം എന്നുള്ള രീതിയിൽ അത് മുകളിലേക്ക് ഇങ്ങനെ അതിൻ്റെ ശക്തി ഉപയോഗിച്ച് വലിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിൻ്റെ ആ ഒരു നാട നമ്മുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് അതിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഹീലിയം ഗ്യാസ് അതിനകത്ത് നിറച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. നമ്മളുടെ ശക്തി, ഫിസിക്കലായിട്ടുള്ള ശക്തി, മെൻ്റലായിട്ടുള്ള ശക്തി, ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത്, നമ്മളുടെ ക്രിയേറ്റിവിറ്റി, എന്തെല്ലാം കഴിവുകളാണ് ഈശ്വരൻ തന്ന് നമ്മളെ ഓരോരുത്തരെയും യുണീക്കാക്കി ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നതെന്നുള്ള നമ്മളുടെ കഴിവ്, നമ്മളുടെ പാഷൻ, നമ്മളുടെ ബേണിംഗ് ഡിസയർ, എന്താണ് എനിക്ക് നേടിയെടുക്കേണ്ടത് എന്നുള്ള ബേണിംഗ് ഡിസയർ, നമ്മളുടെ ഫിസിക്കൽ ബ്യൂട്ടി ആൻഡ് ഇന്നർ ബ്യൂട്ടി, പുറമേ കാണുന്ന ഈ സൗന്ദര്യവും അതിലേറെ സൗന്ദര്യമുള്ള നമ്മളുടെ മനസ്സിൻ്റെ സൗന്ദര്യവും, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നമുക്ക് സക്സസ്സിലേക്ക്, വിക്ടറിയിലേക്ക്, നമ്മൾ ജീവിതത്തിലേക്ക്, ഭൂമിയിലേക്ക് ഈശ്വരൻ എന്തിനാണ് വിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് കളഞ്ഞ് വളരെ ഒരു ജ്വലായി നിന്നുകൊണ്ട് നമുക്ക് നേടിയെടുക്കാനുള്ള ഇതെല്ലാം ചേരുന്നതാണ് ആ ബലൂണിൽ നിറച്ചിരിക്കുന്ന ആ ഗ്യാസ് എന്ന് അസ്യൂം ചെയ്യുക. ആ നാട വിട്ടുപോവാതെ പിടിച്ചിരിക്കുന്നതാണ് നമ്മളുടെ കൈ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ ഇമ്പാക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് അഡിക്ഷൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആ നാട എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മുറുകെ പിടിച്ചിരിക്കും, വിടില്ല. ഒരു കുട്ടിയുടെ ബലൂൺ കൊടുത്താലും അവരാ നാട പിടിച്ചിരിക്കും, വിടില്ല. കാരണം വിട്ടാലറിയാം ആ ബലൂൺ അങ്ങ് പോവുകയാണ്, വിതൗട്ട് എനി ലിമിറ്റ്സ്. അതിൻ്റെ പരിധികളില്ലാതെ, അതിൻ്റെ ബൗണ്ടറി എല്ലാം ക്രോസ് ചെയ്ത് തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ അത് അതിൻ്റെ അനന്തവിഹായസിലേക്ക് അതിൻ്റെ ആഗ്രഹങ്ങളെ ഓരോന്നോരോന്നായിട്ട് ദ ബേണിംഗ് ഡിസയർ വിച്ച് ഈസ് കൺവേർട്ടിങ് ടു ദ ഗോൾസ്, സക്സസ്, വിക്ടറി, അങ്ങനെ അത് ഓരോ പടവുകൾ ചവിട്ടിക്കയറിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയം നേടിയെടുത്തുകൊണ്ട് കുതിച്ചു പായാനായിട്ട് ആ ബലൂൺ നമ്മളുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് കാണാമറയത്തേക്ക് അത് പറന്ന് അങ്ങ് പോവുകയായി. അപ്പോൾ ഇതാണ് അഡിക്ഷൻസിന് നമ്മളെ ജീവിതത്തിൽ പിടിച്ചു വയ്ക്കുന്ന ആ ഒരു കാര്യം വളരെ ലളിതമായ രീതിയിൽ, എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? ആ നാടയിൽ പിടിച്ചിരിക്കുന്ന കൈ എന്ന് പറയുന്നത് ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, അവരുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ കൂട്ടുകുടുംബം, അവരുടെ ആ ഒരു കൾച്ചർ, ആ ഒരു രീതി, പിന്നെ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചുറ്റുപാട്, സൊസൈറ്റി, പിന്നെ അവൻ പഠിക്കാൻ പോകുന്നിടത്തെ അവൻ്റെ കൂട്ടുകാർ,
പിന്നെ അവൻ്റെ ഉള്ളിൽ തന്നെ പല 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 സാഹചര്യങ്ങളിലൂടെ വളർന്ന് ഒരു കാലഘട്ടത്തിലെത്തുമ്പോൾ ഓരോ അനുഭവങ്ങളിൽ നിന്നും പറക്കി വയ്ക്കുന്ന ആ ഒരു മുത്തുകൾ എല്ലാം മനസ്സിൽ കോർത്തിണക്കി വെച്ചിരിക്കുന്ന അവൻ്റെ ലിമിറ്റിംഗ് ബിലീഫ്സ്, അവൻ്റെ വിശ്വാസങ്ങൾ, അതിനെയൊന്നും തരിപ്പണമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നമ്മളുടെ ഭയം, അതെല്ലാമാണ് അഡിക്ഷൻസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് കൂട്ടുകാരാവാം, വീട്ടുകാരാവാം, അല്ലെങ്കിൽ നമ്മളിലുള്ള നെഗറ്റീവായിട്ടുള്ള ദുശീലങ്ങളാകാം. ആ ദുശീലങ്ങൾ എങ്ങനെ നമുക്ക് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അത് വീട്ടിലെ സാഹചര്യം, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നിടത്തെ സാഹചര്യം, അല്ലെങ്കിൽ അച്ഛൻ അമ്മ അങ്ങനത്തെ ആളുകളുടെ ആ ഒരു കുട്ടിക്കാലം മുതൽ വളർന്നു വരുമ്പോൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ജീവിച്ചു വരുന്ന സാഹചര്യം, അങ്ങനെ പല 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 കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെയെല്ലാം തട്ടിത്തരിപ്പണമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഭയത്തിനെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. എന്താണ് എന്നിലുള്ള ശക്തി, എന്നിലുള്ള ക്രിയേറ്റീവ് ഐഡിയാസ്? അതൊരു പേപ്പറിൽ ഒന്ന് കൃത്യമായിട്ട് എഴുതി, എനിക്ക് എന്തിനാണ് ആഗ്രഹം, എന്തെല്ലാമാണ് എൻ്റെ ആ ഒരു ഗോൾസ്, അത് അച്ചീവ് ചെയ്യാൻ ഏതെല്ലാം പാതകളിലൂടെ സഞ്ചരിക്കണം, അതിനെ നമുക്ക് പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം, ഈശ്വരൻ എന്ന് പറയുന്നത് ആ പരമചൈതന്യം, ആ ശക്തി ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈശ്വരൻ്റെ കൂടെ എത്തിയ ഒരു വ്യക്തി കൂടിയുണ്ട്. അതാണ് സാത്താൻ, അല്ലെങ്കിൽ ഡെവിൾ എനർജി. ഈ ഡെവിൾ എനർജി, അല്ലെങ്കിൽ ദ മോണിറ്ററിങ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ഡീമൻസ്, അല്ലെങ്കിൽ ദ നെഗറ്റീവ് എനർജി, ദ ഈവിൾ എനർജി എന്നൊക്കെ പറയുന്ന പല രൂപത്തിലും ഭാവത്തിലും ഉള്ള ഇത്തരത്തിലുള്ള എനർജിയാണ് എല്ലാ വ്യക്തികളെയും നമ്മളുടെ ആ പൂർണ്ണമായ വിജയത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത്. അത് പിന്നെ എന്ത് ചെയ്യും? നമ്മളുടെ മനസ്സിലൊരു തോട്ടായിട്ട് മാറും, അത് നമ്മളുടെ ഈഗോ ആയിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരു വചനം പോലെ ഇങ്ങനെ പറയും, വേണ്ട വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല, നിന്നെക്കൊണ്ട് കഴിയില്ല, നീ അതിലേക്കെടുത്ത് ചാടരുത്, തോൽവിയായിരിക്കും, പരാജയമായിരിക്കും, പിന്നെ ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല, പിന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. ഇതെല്ലാം കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ കഴിവിൽ ഒരു വിശ്വാസവുമില്ലാതെ, നമ്മളെ തന്നെ ഒരു വിശ്വാസമില്ലാതെ, നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ആയി പോകുന്നു. അപ്പോൾ ഈ അഡിക്ഷൻസിനെ എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്? അത് നാം ഓരോരുത്തരും ചിന്തിക്കുക. എവിടെയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്? എന്താണ് എന്നെ പിറകിലേക്ക് പിടിച്ചു വലിക്കുന്നത്? അതെല്ലാം ലോ വൈബ്രേഷൻ എനർജി ലെവലാണ്. എന്താണോ നമ്മളെ പിന്നിലേക്ക് പിടിച്ചു നിർത്തുന്നത്, അതിനെ ഒന്ന് തട്ടിത്തരിപ്പണമാക്കിക്കൊണ്ട് നോ എന്ന് പറയാനുള്ളൊരു ധൈര്യം കാണിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത്, നമ്മൾ നീങ്ങി അങ്ങ് പോകുന്ന സമയത്ത് നമ്മളുടെ ചിന്ത മറ്റുള്ളവർക്ക് എന്ത് തോന്നും? ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ? എൻ്റെ സഞ്ചാരം ഒറ്റയ്ക്കായി പോകുമോ? ആരുമില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? സഹായത്തിന് ആരോട് ചോദിക്കും? എന്നുള്ളൊരു 100 ചോദ്യങ്ങളുള്ളപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു പടി അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 1000 കരങ്ങളോടുകൂടി ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു സഹായം പോലെ തരാൻ ആ പരമചൈതന്യമായിട്ടുള്ള ആ സൗന്ദര്യമായിട്ടുള്ള കരങ്ങളുണ്ടെന്നും അത് നിങ്ങളെ മുന്നോട്ട് നയിച്ചോളുമെന്നുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടാവണം. ഏത് വലിയ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിലൊന്നും പതറി വീണു പോകാതെ മുന്നോട്ട് നടക്കുമ്പോൾ ആരെല്ലാം നിങ്ങളെ നീ വേറെ വഴിക്ക് പൊക്കോ, ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട, അല്ലേലും ഇങ്ങനെ ആയിപ്പോയി, അഹങ്കാരം പിടിച്ചതാ എന്ന് 100 ചോദ്യങ്ങളും അല്ലെങ്കിൽ വിമർശനം എല്ലാം നിങ്ങൾക്ക് തന്ന് അവരെ എല്ലാം വേണ്ട ചെവി കൊടുക്കാതെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള വഴിക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമുക്ക് വേണ്ടവർ മാത്രം നമ്മളുടെ കൂടെ ഉണ്ടാവും. വേണ്ടാതെ നമ്മളുടെ നാശം കാണുന്ന പല ആളുകളും അവിടെ വെച്ച് ടാറ്റാ ഗുഡ് ബൈ പറഞ്ഞ് അവർ പിന്തിരിഞ്ഞ് നടക്കും. കാരണം അപ്പോഴാണ് നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും അറിയുന്നത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും യഥാർത്ഥ മുഖം. അതിൻ്റെ കൂടെ നമ്മളിൽ ഓരോരുത്തരിലും ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ നമ്മളുടെ ശക്തി. അപ്പോൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുക. അഡിക്ഷൻസിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് സൊസൈറ്റിയൽ ഇഷ്യൂസ്, നമ്മളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ധൈര്യത്തോടെ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ,
അല്ലെങ്കിൽ കൂട്ടുകാർ, അവരുടെ ആ ഒരു ഇമ്പാക്റ്റ്, എനിക്കത് വേണ്ട, എനിക്ക് ആരുടെയും ഹാങ് ഔട്ട്സ് ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തൊട്ടുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ അവർ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ചഞ്ചലപ്പെട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയും 10 കൂട്ടുകാരോട് ആ കാര്യം ചോദിക്കുകയും 10 അഭിപ്രായങ്ങൾ വന്ന് എൻ്റെ അഭിപ്രായത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷനാണ്. ഏതാണ് എടുക്കേണ്ടത്, ഞാൻ തീരുമാനിച്ച രീതിയിലാണോ അതോ അവർ പറഞ്ഞ തീരുമാനത്തിൻ്റെ രീതിയിലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയും ആ പ്രശ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ അങ്ങ് ആഗ്രഹം തകർന്ന് തരിപ്പണമായി പോകുന്നൊരവസ്ഥ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെൻ്റൽ പ്രഷർ വരുന്ന സമയത്ത് നമ്മളെ തന്നെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ നമ്മൾ പുകവലി, മദ്യപാനം അങ്ങനത്തെ രീതിയിലേക്കൊക്കെ പോകുമ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് ഒരു പ്ലഷർ തരും. അത് കഴിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം തോന്നുകയും എൻ്റെ പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീർന്നു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ഡെവിൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ഇറ്റ്, യു ഹാവ് ഇറ്റ്, യു ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മദ്യപിച്ച് അതിൻ്റെ ഒരു ലിമിറ്റ് ഒക്കെ അങ്ങ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോധം എന്ന് പറയുന്നതൊന്ന് നഷ്ടപ്പെടുകയും നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാതെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത ദിവസം ആവുന്ന സമയത്ത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു മാറ്റവുമില്ല, നമ്മളുടെ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റവുമില്ല, ദിവസത്തിനും ഒരു മാറ്റവുമില്ല, എല്ലാം പഴയതുപോലെ തന്നെ. അതുപോലെ റിലേഷൻഷിപ്പ്, മറ്റ് ആരെങ്കിലും ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം അവരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ തന്നെ എല്ലാം ഫുൾഫില്ല് ചെയ്യാനുള്ളതെല്ലാം ഈ പറയുന്ന വ്യക്തിയിലാണുള്ളത്. അപ്പോൾ നമ്മളൊരു ബിഗ് സീറോയും നമുക്ക് വേണ്ടതെല്ലാം ആ സീറോ എന്ന് പറയുന്ന വട്ടപൂജ്യത്തിലേക്ക് കൊണ്ട് നിറച്ച് വെക്കാനുള്ളൊരു വ്യക്തിയായി നമ്മൾ അവരെ കാണും. അപ്പോൾ ലിവിങ് ടു ദ ഫുള്ളസ്റ്റ് വിത്ത് ദ അതർ പാർട്ടി എന്ന് നമ്മളുടെ മനസ്സിന് ഉള്ളിലിരുന്ന് ആ ഡെവിള് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവർ നമ്മളുടെ കൂടെ നിന്ന് അവരെ കൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോലും ഇല്ലാത്തതുപോലെ അവരെ ഇംപ്രസ് ചെയ്ത് അവരെ പ്ലീസ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സമയം, നമ്മളുടെ സാമ്പത്തികം എല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കോ ഈ പറയുന്ന ആ ഒരു ഇതൊന്നും അവർക്ക് കാണില്ല. അവരിങ്ങനെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളുടെ കാലിബർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ആ സ്നേഹം എത്രത്തോളം കൊടുക്കാമോ അത്രത്തോളം കൊടുത്ത് വളരെ പോസിറ്റീവായി നിൽക്കുന്ന സമയത്ത് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് പറയും, യു ആർ ഫുൾ, നീ വട്ടപൂജയല്ല, നീ എന്താണോ അതിൽ നീ തൃപ്തനാണ്. നിൻ്റെ സൗന്ദര്യത്തിൽ, നിൻ്റെ കഴിവിൽ, നിൻ്റെ പഠനത്തിൽ, നിൻ്റെ സമ്പത്തിൽ എല്ലാം നീ വളരെ തൃപ്തനാണ്. നിൻ്റെ ആരോഗ്യത്തിൽ നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിനക്ക് ഉറങ്ങാൻ, നിനക്ക് ഭക്ഷണം കഴിക്കാൻ, നിനക്ക് സഞ്ചരിക്കാൻ, നിനക്ക് ജോലി ചെയ്യാൻ ഉള്ളതെല്ലാം വളരെ കൃത്യമായി അതിന് പറ്റുന്ന തോതിൽ എല്ലാം ഈശ്വരൻ തന്ന് നമ്മളെ ഓരോ നിമിഷവും ഓരോ ദിവസവും നയിക്കുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ എല്ലാം ഫുൾഫിൽ ചെയ്യാൻ മറ്റാരെ കൊണ്ടും സാധിക്കില്ല, അത് എന്നെക്കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജി ലെവലിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ അഡിക്ഷൻസ് എല്ലാം പതുക്കെ താഴേക്ക് പോവുകയും നമ്മളുടെ ഡിസയർ എന്ന് പറയുന്നത് മുകളിലേക്ക് വരികയും ഒരു പട്ടം പോലെ അല്ലെങ്കിൽ ഒരു ബലൂൺ പോലെ ആ നാട പിടിച്ചിരിക്കുന്ന കൈയെ നമ്മൾ തന്നെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് ആ ബലൂൺ അല്ലെങ്കിൽ ആ ഒരു പട്ടം ലിമിറ്റില്ലാതെ അനന്തവിഹായസിലേക്ക് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ, പാഷൻ്റെ ആ ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് വെച്ച് നിങ്ങളുടെ വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനന്തവിഹായസിലേക്ക് നിങ്ങൾ പാറിപ്പറക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു പോലും നോക്കില്ല, കാരണം നോക്കേണ്ട കാര്യവും വരുന്നില്ല. അതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒന്നാണ്. എന്നെക്കൊണ്ട് കഴിയും, മറ്റെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ എന്നെക്കൊണ്ട് കഴിയും, ഐ ആം കോൺഫിഡൻറ്റ് ടു ഡു ഇറ്റ്, ഐ ക്യാൻ ഹാവ് ദ എബിലിറ്റി ടു ഡു ഇറ്റ് എന്ന് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ഇൻഡ്യൂഷൻ പറഞ്ഞ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ വി ആർ വെരി ബ്യൂട്ടിഫുൾ, വി ആർ വെരി അമേസിങ്, വി ആർ വെരി അബണ്ടൻറ്റ്, വി ആർ വെരി സൂപ്പർ. മോഹൻലാൽ സാറ്, മമ്മൂട്ടി സാറൊക്കെ സിനിമയിൽ മാസ് ഡയലോഗും പറഞ്ഞ് ഓരോ ആക്ഷനൊക്കെ ചെയ്തു പോകുമ്പോൾ നമ്മൾ കൈയടിക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ജീവിത വിജയങ്ങൾ ഓരോ ചവിട്ടുപടികൾ കയറുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഹയർ സെൽഫ് നമ്മളും ചേർന്ന് കൈയടിക്കും, പ്രോത്സാഹിപ്പിക്കും.
അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കേട്ടിരിക്കാൻ വളരെ രസമാണെങ്കിലും ഇതിൻ്റെ എല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് കേൾക്കുന്ന ഓരോ വ്യക്തികളുമാണ്. എന്താണ് എന്നിലെ കുറവുകൾ, എന്താണ് എനിക്ക് വേണ്ടത്, എന്താണ് എന്നിലെ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല പ്രോത്സാഹനം തന്ന് മുന്നോട്ട് നയിക്കുക. ഈ വീഡിയോ ചിലർക്ക് ട്രിഗറിങ് ആവും, സ്വാഭാവികം. സന്തോഷം, സ്വാഗതം ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള കമൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്.